ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ഐബോസ് മമ്മ ചാനൽ. ഇന്നത്തെ ഈ വ്ളോഗ് എന്ന് പറയണത് നമ്മളെല്ലാവരും ഒരേപോലെ എൻജോയ് ചെയ്ത ഒരു വ്ളോഗാണ് കേട്ടോ. നമ്മളെല്ലാവരും ഒരുപോലെ തന്നെ ആഗ്രഹിച്ച ഒരു കാര്യമാണ് ഒന്നുകൂടി എല്ലാവർക്കും കൂടി ഒന്ന് ഒത്തുകൂടണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്റ്റേക്കേഷൻ പ്ലാൻ ചെയ്തിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ വ്ളോഗ് എന്ന് പറയണത് ഒരു സ്റ്റേക്കേഷൻ വ്ളോഗാണ്. ഒരുപാട് കോമഡികളും ഫൺ ഗെയിംസും ഒക്കെ നിറഞ്ഞിട്ടുള്ള നല്ലൊരു അടിപൊളി സ്റ്റേക്കേഷൻ വ്ളോഗാണ് കേട്ടോ ഇന്നത്തേത്. സോ വെൽക്കം ടു ദ വീഡിയോ. ഞങ്ങൾ ഇറങ്ങുന്നതിന് മുന്നേ ഐബോസിനൊന്ന് ഹോസ്പിറ്റലിലൊന്ന് കാണിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു, ഒന്ന് ഫോളോ അപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഡോക്ടറിനെ കാണിച്ചിട്ട് വരേണ്ട ടൈമല്ലേ ഉള്ളൂ എന്നൊക്കെ വിചാരിച്ചിട്ട് പോയതാണ്. പക്ഷേ അത്യാവശ്യം നല്ല രീതിക്ക് പോസ്റ്റായി, നല്ല ലേറ്റായി. അവിടെ തന്നെ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ 4 മണിക്ക് ഇവിടുന്ന് ഇറങ്ങേണ്ടതാണ്. അബുദാബിയിലാണ് ഈ സ്റ്റേക്കേഷൻ ഞങ്ങൾ അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് 4 മണിക്ക്, ഷാർജ 4 മണിക്ക് ഇറങ്ങിയാലാണ് നമുക്ക് ഒരു ടൈമിൽ അവിടെ എത്താൻ പറ്റുള്ളൂ. 2 hours ട്രാവലിംഗ് ഉണ്ട്. പിന്നെ ഓരോരുത്തർക്കും ഓരോ ഫുഡ് അലോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഏറ്റെച്ചത് പപ്പടവും സലാഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിരുന്നു. അപ്പോൾ വേഗം ഹോസ്പിറ്റലിൽ പോയി വരേണ്ട ആവശ്യമല്ലേ ഉള്ളൂ. എന്നിട്ട് പപ്പടം വറുക്കാം, സലാഡ് ഉണ്ടാക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് വന്നു. പക്ഷേ അത്യാവശ്യം ടൈം ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് പപ്പടം മാത്രമേ വറുക്കാൻ പറ്റുള്ളൂ. 4 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ 4 മണിക്ക് പപ്പടം വറുക്കാൻ നിൽക്കുന്നുള്ളൂ. അത്രയ്ക്ക് ലേറ്റായി പോയി. പിന്നെ വേഗം തിരക്ക് പിടിച്ച് പപ്പടമൊക്കെ വറുത്ത് ഒന്ന് സെറ്റാക്കി കേട്ടോ. പിന്നെ നമ്മൾ അവിടെ എത്തിയതിന് ശേഷം രാത്രി ഫുഡ് കഴിക്കുന്നതിന് മുന്നേ ആയിട്ട് സലാഡൊക്കെ ഉണ്ടാക്കുക, അതിനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് തന്നെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ പോയിട്ട് റെഡിയാക്കാമെന്നൊക്കെ വിചാരിച്ചല്ലെങ്കിൽ ഇനിയും അതും ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ടൈം ലേറ്റ് ആവുമല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ പപ്പടം മാത്രം വറുത്ത് സെറ്റാക്കി വെച്ചിട്ടാണ് കേട്ടോ പോയത്. പപ്പടം എന്നിട്ട് 2 കവറിലാക്കിയിട്ട് ഇതുപോലെ പാക്ക് ചെയ്തു, തണുത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ബാക്കി ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കേണ്ട ബ്രെഡ്, മുട്ട, ജാം അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സും എല്ലാവരും കൂടിയാണ് കേട്ടോ ഈ പരിപാടി അറേഞ്ച് ചെയ്തത്. അപ്പോൾ ഫ്രണ്ട്സും അവരുടെയൊക്കെ കുറച്ച് പേരുടെ ഫാമിലിയും ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും കൂടി ഒന്നിച്ച് ഒരു സ്ഥലത്ത് ഒത്തുകൂടാന്നൊക്കെ ഉള്ളൊരു പ്ലാനിങ്ങിലാണ് നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റേക്കേഷൻ അറേഞ്ച് ചെയ്തത്. ഇവരെല്ലാവരും ഒന്നിച്ചായിരുന്നു കേട്ടോ, ഒരു ഓഫീസിൽ തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ പലവരും പലയിടത്താണ്. അതായത് സെയിം കമ്പനി തന്നെയാണെങ്കിലും ബ്രാഞ്ച് പലയിടത്താണ്. കുറച്ച് പേര് അലൈൻ, കുറച്ച് പേര് അബുദാബി, കുറച്ച് പേര് ദുബായ്. അപ്പോൾ അങ്ങനെയൊക്കെ പലവരും പല സ്ഥലത്തോട്ടായി പോയാലും കൊണ്ട് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ദിവസം ഒത്തുകൂടാന്നൊക്കെ ഉള്ളത്. അങ്ങനെ ഇപ്പോൾ നമുക്ക് അതിനുള്ള ടൈം ഇപ്പോഴാണ് കേട്ടോ ആയത്. അങ്ങനത്തെ ഗേറ്റ് തുറന്ന് നമ്മൾ അകത്തേക്ക് പോവുകയാണ്. ഇതിൻ്റെ ഉള്ളിലോട്ട് കുറച്ചും കൂടി പോകാനുണ്ട് കേട്ടോ. കുറച്ച് ഓഫ് റോഡാണെങ്കിലും എല്ലാ വണ്ടിക്കും, ചെറുവണ്ടിക്കും വലിയ വണ്ടിക്കൊക്കെ പോകാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളുടെ സ്റ്റേക്കേഷനെ കുറിച്ച് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ അല്ലേ. അതായത് നമ്മൾ അബുദാബിയിലുള്ള സ്വൈഹാൻ ഫാം സ്റ്റേയിലാണ് കേട്ടോ നമ്മൾ സ്റ്റേക്കേഷൻ ചെയ്തത്. പറയാതിരിക്കാൻ വയ്യ, നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. എല്ലാവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. കുട്ടികൾ തൊട്ട് മുതിർന്നവർ വരെ ഉള്ളവർക്ക് ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ദിവസം നമ്മൾ അടിച്ചു പൊളിക്കാൻ പോകുന്ന ഫാം സ്റ്റേ. ഇങ്ങനെ നമുക്ക് ചായ കുടിക്കാനും കുട്ടികളൊക്കെ അവിടെ കളിക്കുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ കളി കണ്ട് ഒന്ന് സൊറ പറഞ്ഞൊക്കെ ഇരിക്കാനുള്ളൊരു ഏരിയ ഉണ്ട്.
ഈ ഭാഗത്ത് കാണുന്നത് ബെഡ്റൂമാണ് കേട്ടോ. ഈ ഒരു സൈഡിൽ 2 ബെഡ്റൂം ഉണ്ട്. ഞാൻ വന്ന് കുറച്ച് നേരം സംസാരിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ അവിടുത്തെ ആംബിയൻസ് നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ. ഈ വാട്ടർ ഫൗണ്ടൈൻ്റെ ഒക്കെ ആ ഒരു ശബ്ദവും ഒക്കെ കൂടി കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് എടുക്കലും റൂമിൻ്റെ വീഡിയോസ് എടുക്കലും ഒക്കെ ആയിട്ട് നിൽക്കുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ വേറെ നല്ല തകൃതിയായിട്ടുള്ള കുക്കിംഗ് പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. കോഴി ചുടലും പൊരിക്കലും ഒക്കെ ആയിട്ടൊക്കെ അങ്ങനെ കുറേ പരിപാടികൾ അവിടെ നടക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ ഇവിടുത്തെ ഒരു ബെഡ്റൂം. ഇപ്പോൾ ഗ്രില്ലൊക്കെ ചെയ്യുന്ന കണ്ട ഹാളിൻ്റെ അവിടെ നിന്ന് സൈഡിൽ വരാന്തയിൽ കൂടെ പോകുമ്പോൾ ഫസ്റ്റ് കാണുന്ന ബെഡ്റൂമാണത്. ഇതൊരു അറ്റാച്ച്ഡ് ബെഡ്റൂമാണ്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് തന്നെ വേറൊരു ബെഡ്റൂമും കൂടി ഉണ്ട്. പുറത്ത് ഇതുപോലെ ആ വരാന്തയിൽ 2 ബെഡ്റൂമുണ്ട്. പിന്നെ മജ്ലിസിൻ്റെ അകത്തും ഒരു ബെഡ്റൂമുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ പരിപാടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ഫ്രണ്ടിൽ എല്ലാവർക്കും കൂടി ഇരിക്കാനുള്ളൊരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നിരുന്നിട്ട് നമ്മൾ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ചെറിയൊരു കേക്ക് കട്ടിങ്ങോടുകൂടിയാണ് നമ്മൾ പരിപാടി സ്റ്റാർട്ട് ചെയ്തത്. കട്ടി തോട്ടിയോ അങ്ങനെ കേക്ക് കട്ടിങ്ങിന് ശേഷം നമ്മുടെ പരിപാടി ഇവിടെ ഔദ്യോഗികമായി ആരംഭിക്കുകയാണ്. ലണ്ടനിൽ നിന്ന് വന്ന അബുവൻ വൈഫിന് നന്ദി. സ്വാഗത പ്രസംഗം ഏൽപ്പിച്ചിട്ട് അവിടെ ഭയങ്കര ഗംഭീരമായിട്ട് നന്ദിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഫസ്റ്റ് ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അതിനാണ് ഇപ്പൊ നമ്മള് ബലൂണൊക്കെ അവിടെ വീർപ്പിച്ച് വെച്ചേക്കണത്. അപ്പോ നമ്മള് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റത്തെ ഗെയിം എന്ന് പറയുന്നത് കപ്പിൾസ് ചലഞ്ച് ആണ്. എല്ലാ കപ്പിൾസും സ്റ്റേജിലേക്ക് വരുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ബലൂൺ തലയിലും കാലുമേ 2 ബലൂൺ ഉണ്ട്. ഈ ബലൂൺ നമ്മൾ ബാലൻസ് ചെയ്ത് വെച്ചും കണ്ട് നടന്ന് നേരെ ഫ്രണ്ടിൽ കുറച്ച് ബോട്ടിലുകളിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. ഈ ബോട്ടിലെടുത്ത് തിരിച്ച് നമ്മൾ നിന്ന പ്ലേസിലേക്ക് തിരിച്ചെത്തണം. ഈ ബലൂൺ പൊട്ടാനും പാടില്ല, താഴെ വീഴാനും പാടില്ല. ഇതിപ്പോ 2ാമത്തെ ഗെയിമാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇതിൽ വിന്നേഴ്സിനൊക്കെ ക്യാഷ് പ്രൈസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര ത്രില്ലായി ഗെയിം കളിക്കാനും. എല്ലാവർക്കും ഭയങ്കര ഹരമായി. എന്താ പറയുക, അത്രയും ഭയങ്കരമായിട്ടായിരുന്നു എല്ലാവരും ഗെയിം കളിച്ചോണ്ടിരുന്നത് കേട്ടോ. ഇതിൽ ഹരം കയറിയിട്ട് നമ്മൾ ഊതി ലാസ്റ്റത്തെ ഗ്ലാസ്സിലേക്ക് ബോൾ വന്നപ്പോൾ അവിടെ വെച്ചിട്ട് ഗെയിം തീർന്നു എന്ന് വിചാരിച്ചിട്ട് ഭയങ്കരമായിട്ട് ആർപ്പുവിളിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷേ അവിടെ നിന്ന് പുറത്തേക്ക് ബോൾ ഊതിയിടണം എന്നുള്ളത് നമുക്ക് അറിയില്ലായിരുന്നു. പിന്നീട് അത് മനസ്സിലായത്. ലേഡീസ് ടീമും ജെൻസ് ടീമും സെപ്പറേറ്റ് ആയിരുന്നു. എന്നിട്ട് ഇത് 2ിലത്തെ വിന്നേഴ്സ് ആയിരുന്നു ഫൈനലിൽ കളിച്ചു വെച്ചത്. അതിൽ ഞങ്ങൾ ലേഡീസ് ആയിരുന്നു കേട്ടോ വിന്നായത്. 2 ഗെയിം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ നിന്നിട്ടോ. ഗ്രില്ല് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ ചിക്കൻ. അപ്പോൾ അത് സെർവ് ചെയ്യലും കുറച്ച് പേര് പാട്ടും ഡാൻസും. ചിലർക്കൊക്കെ മൈക്ക് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ അതുവരെ കേട്ടില്ലാത്ത പാട്ട് വരെ നമ്മളപ്പോൾ കേൾക്കുന്നുണ്ടായിരുന്നു. Daddy, my father, daddy.
അവരാണ് ഗ്രൂപ്പ്. കൈ ഈ കെട്ടഴിക്കാൻ പാടില്ല, കെട്ടുമ്പോൾ ടച്ച് ചെയ്യാൻ പാടില്ല. ഈ കെട്ട് നിങ്ങൾ അങ്ങനെ പാട്ടും ഡാൻസും ഫുഡ് അടിയൊക്കെ കഴിഞ്ഞതാ നമ്മൾ വീണ്ടും ഗെയിമിലോട്ട് വന്നു. ഇത് 3rd ഗെയിമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് കളിക്കേണ്ടതെന്നുള്ളത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ഇവരാണ് ഗെയിമുകളൊക്കെ കണ്ടുപിടിച്ചുകൊണ്ട് വന്നത്. ഏറ്റവും വലിയൊരു ഫൺ ഗെയിമായിരുന്നു കേട്ടോ ഇപ്പം എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഗെയിം. നമ്മളത് കണ്ട ഏറ്റവും കൂടുതൽ ചിരിച്ചതും എൻജോയ് ചെയ്തതും ഈ ഒരു ഗെയിം തന്നെയാണ് കേട്ടോ. ആരുടെ വീഡിയോ കാണുന്നുണ്ട്? ഏകദേശം ബുദ്ധിമാനായ അലിയും അതിബുദ്ധിമാനായ ഫുഫുവും തമ്മിലുള്ള മത്സരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് അവർ കെട്ടടിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അലി 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 അലിയ അയച്ചു അയച്ചു ഈ വയസ്സാകാലത്ത് വിശ്രമിക്ക്. ഇപ്പൊ കറക്റ്റ് സെറ്റ് സെറ്റ് സെറ്റ്. ഈ ഗെയിമും 2 സെറ്റായിട്ട് തന്നെയാണ് കളിച്ചത്. 2 സെറ്റിലും ആർക്കും വിന്നർ ആവാനൊന്നും പറ്റിയില്ല. ഈ ഗെയിം കൊണ്ടുവന്നവർക്ക് പോലും വിൻ ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. ആ ഗെയിം കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും ക്ഷീണിച്ചു. കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് ഒക്കെ ചെയ്ത് അതിന്റെ ഇടക്ക് മജലിസ് ഏരിയയിൽ, ഇത് മജലിസ് റൂമാണ് കേട്ടോ, അതിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഒരു എന്റർടൈൻമെന്റ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അവരൊന്ന് എൻഗേജ് ചെയ്യിപ്പിച്ചിരുത്താൻ വേണ്ടിയിട്ട് പെയിന്റിങ്, ഡ്രോയിങ് അതുപോലെയുള്ള കുറച്ച് കാര്യങ്ങളും ഉണ്ടായിരുന്നു. അവരുടെ കൂട്ടത്തിൽ ഐബോസിനും ഒരു പിക്ചറും കളർ പെൻസിലൊക്കെ കൊടുത്തിട്ട് അവിടെ ഇരുത്തിയിട്ടുണ്ട്. വരക്കുന്നൊന്നുമില്ല, എനിക്ക് എന്തായാലും പെൻസിൽ പിടിക്കാനുള്ള ഒരു പരിവായിട്ടില്ലല്ലോ. എന്നാലും പിടിച്ചിട്ട് എന്തൊക്കെയോ 2-3 കുത്തൊക്കെ ഇട്ട് പിന്നെ പേപ്പറൊക്കെ ആകെ തുളച്ച് കീറിയൊക്കെ വെച്ചു. അപ്പോൾ ഇതിൽ ഇത് കോമൺ ബാത്റൂമാണ് കേട്ടോ വരുന്നത്, അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ല. തൊട്ടിപ്പുറത്ത് തന്നെ ഒരു ബെഡ്റൂം ഉണ്ട്. അങ്ങനെ മൊത്തം 3 ബെഡ്റൂമാണ് കേട്ടോ ഈ ഫാം സ്റ്റേയിലുള്ളത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ലാസ്റ്റത്തെ ഗെയിം സ്റ്റാർട്ടായിട്ടോ. ഇത് 4ാമത്തെ ഗെയിമാണ്. ഇതോടുകൂടി നമ്മുടെ ഗെയിമൊക്കെ കഴിഞ്ഞു. പുറത്ത് ഇത്രയും ബഹളങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഇവിടെ ചില ആൾക്കാർ അവരുടേതായിട്ടുള്ള ചിത്രം വരയുടെയും കളർ അടിക്കണതിൻ്റെ ഒക്കെ ലോകത്താണ് കേട്ടോ. അങ്ങനെതാ നമ്മളുടെ ലാസ്റ്റത്തെ ഗെയിമും ഭയങ്കര അധികം വാശിയോടുകൂടെ തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നേരെ സമ്മാനദാന ചടങ്ങിലോട്ടാണ് പോയത്. നമ്മുടെ 4 ഗെയിമിലുള്ള വിന്നർക്കുള്ള ക്യാഷ് പ്രൈസും മെഡലും ഗിഫ്റ്റും ഒക്കെ കൊടുത്തിരുന്നു. അതുപോലെ തന്നെ പ്രോത്സാഹന സമ്മാനം കുട്ടികൾക്ക് എല്ലാവർക്കും കിട്ടിയിരുന്നു കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ ഇതാ ഐബോസിനും കിട്ടി ഗിഫ്റ്റ്. പിന്നെ നമുക്ക് കിട്ടിയ ക്യാഷ് പ്രൈസും മെഡലും കാണിച്ചു തരാം കേട്ടോ.
അപ്പോഴത്തെ ആ മൊമെന്റിൽ ഇങ്ങനെ ഒരു ഗിഫ്റ്റും കൂടി കിട്ടിയപ്പോൾ എല്ലാവരും ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ. കാരണം നമ്മളാരും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനത്തെ ഒരു ഗിഫ്റ്റും കാര്യങ്ങളൊന്നും. അപ്പോൾ ഈ ക്യാഷ് പ്രൈസിൻ്റെ അകത്ത് ഒരു പേപ്പർ പീസ് ഉണ്ട്. അപ്പോൾ അതിൽ ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാവും. അങ്ങനെ ഓരോരുത്തർക്കും കിട്ടിയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കിട്ടിയതൊക്കെ കണ്ടിട്ട് ചിരിക്കലും കളിയാക്കലും ഒക്കെ ആയിരുന്നു. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു കലാകാരനാണ്. പാട്ട് പാടും, മ്യൂൾസ്, അങ്ങനെ കുറെ സോഫ്റ്റ്വെയറിലൊക്കെ പാട്ട് പാടി ആഘോഷിക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ റീൽസ്, അതുപോലെ മൂന്ന് ഷോർട്ട് ഫിലിം, ഫസ്റ്റ് ഷോർട്ട് ഫിലിം, സെക്കൻഡ് ഇതൊക്കെ ഇറങ്ങിയിട്ട് പോലില്ലാത്ത ഷോർട്ട് ഫിലിമുകളുടെ പേരാണ് കേട്ടോ ഈ പറയുന്നത്. നോക്കി ആളിപ്പോയി, പോയി. ഇത് ഷെബിന്റെ വീട്ടിലെ വാർത്തയ്ക്ക് ഉപയോഗിച്ചു. എനിക്ക് പൊന്നടാ ഡയറക്ടർക്ക് ഞാൻ കൊടുക്കുന്ന ഏറ്റവും വലിയ സംഭവമാണ്. എന്റെ ജീവിതത്തിൽ ഇതൊരു മറക്കാനാവാത്തൊരു അനുഭവമാണ്. ഒരു കാര്യം കൂടിയുണ്ട്. ഞാൻ ഇത് ആദരിക്കുന്നതിന് വേണ്ടി തബുനെ വിളിച്ചത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ഗ്രൂപ്പിൽ അവൻ നമ്മുടെ ടീമിൽ ഉണ്ടാവുമ്പോ ഒരാളും അവന് ഒരു തിരക്കും ഒരു വിലയും കൊടുക്കുന്നില്ല. തബുബായിക്ക് വില കിട്ടുന്നതിന് വേണ്ടി അവൻ UK പോയി, എന്നിട്ടും ഒരു മാറ്റവുമില്ല. അപ്പോഴും ഒരു വില അല്ല. ഒത്തൊരുമിച്ചിട്ടുള്ള നമ്മളെ എന്താ പറയാ, എനിക്കതെങ്ങനെ വാക്കുകൾ ഇത് സത്യത്തിൽ എൻ്റെ ലൈഫിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. പക്ഷേ എനിക്ക് ഇതിൽ നിന്നിട്ട് എന്താ പറയുക, എനിക്ക് ഭയങ്കര സന്തോഷം. എനിക്കിതിൽ നിന്നിട്ട് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ലൈഫിൽ നമ്മൾ ഇതുപോലുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ മാക്സിമം നമ്മൾ പങ്കെടുക്കാനായിട്ട് നോക്കണം. കാരണം പ്രത്യേകിച്ച് നമ്മൾ പ്രവാസികൾ, അവർക്ക് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ജോലി തിരക്കിലോട്ട് പോവുകയാണ്. ഒരുപാട് വർക്ക് പ്രഷർ, കുറേ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ബാധ്യതകളൊക്കെ ഉള്ള ആൾക്കാരൊക്കെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്നിച്ചു കൂടി അവരുടെ ആ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഒന്നും വകവെക്കേണ്ടതൊക്കെ മാറ്റിവെച്ച് അവനവനായിട്ട് നിന്നേച്ച ഒരു സമയമായിട്ടാണ് എനിക്കിത് തോന്നിയത് കേട്ടോ. നമ്മൾ പ്രവാസികൾ കൂടുതലും അവരുടെ വീട്ടിലുള്ള ഓരോ സന്തോഷങ്ങളും പരിപാടികളും ഓരോരോ സെലിബ്രേഷനും പങ്കെടുക്കാൻ പറ്റാത്ത ആൾക്കാരാണ്. ഓരോ കുടുംബങ്ങൾ പുലർത്തിക്കൊണ്ട് പോകുന്നതിൻ്റെ തിരക്കിൽ അവനവൻ്റെ സന്തോഷങ്ങൾ പോലും മാറ്റിവെച്ചിട്ട് ഓരോരോ പ്രാരാബ്ദങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്ന ആൾക്കാരാണ് പ്രവാസികൾ. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ മാക്സിമം പങ്കെടുക്കാനായിട്ടും ആ ഒരു സന്തോഷത്തിൽ ഏർപ്പെടാനായിട്ടൊക്കെ നോക്കുക. ഇതൊക്കെ തന്നെ ഉള്ളൂ നമുക്ക് കുറച്ചും കൂടി നമ്മളുടെ മൈൻഡ് ഫ്രീ ആക്കാൻ പറ്റിയ കാര്യങ്ങൾ. അപ്പോൾ ഇനി നമ്മൾ ഫുഡ് കഴിക്കാനിരിക്കുകയാണ് കേട്ടോ. നെയ്ച്ചോറും ചിക്കൻ കറി, ബീഫ് കറി, സലാഡ്, പപ്പടം ഇതൊക്കെ ഉണ്ടായിരുന്നു. അതെന്നെ ഒന്ന് കളിയാക്കിയതാണ്. കാരണം ഞാൻ ഇവിടെ വന്നിട്ട് സലാഡ് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ച് നിന്ന് വെച്ചത്. അതിന് വേണ്ടിയിട്ട് സവാള നന്നാക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും മോൻ കരച്ചിലായി, എൻ്റെ അടുത്തോട്ട് വന്നെന്നാണ് വാശിയായി. അങ്ങനെ പിന്നെ ബാക്കി അവരൊക്കെ തന്നെയാണ് സലാഡ് ഉണ്ടാക്കിയത്. Now as a family, it is really very nice to meet everyone. I just came specially to see many families here. I know only one family as of now. So I just wanted to see everyone, so I came. It's a very nice gathering and keep enjoying. We'll see you next time. Thank you, Ahmad. Thank you. Thank you everyone. Special thanks to Shavin. Hare, solo Bashir. Ali. Yeah. Fugu. My baby, Fugu. Shamil. Thank you, Amma. ഗുഡ് മോർണിംഗ്. അങ്ങനെതാ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയിട്ടോ. അപ്പോൾ മോർണിംഗിലുള്ള വ്യൂ ഇങ്ങനെയാണ് കേട്ടോ.
ഞങ്ങൾ തലേന്ന് രാത്രി കിടന്നത് ഒത്തിരി ലേറ്റ് ആയിട്ടാണ്. 4 മണിയൊക്കെ ആയി രാത്രി ഞങ്ങൾ കിടക്കാനായിട്ട്. ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ആണുങ്ങളെല്ലാവരും ആ സ്വിമ്മിംഗ് പൂളിലൊക്കെ കുളിക്കുകയൊക്കെ ചെയ്തട്ടോ. തിരിച്ച് കയറിയപ്പോൾ എല്ലാവരും കിടന്ന് വിറക്കായിരുന്നു. കാരണം അമ്മാതിരി തണുപ്പായിരുന്നു, വെള്ളത്തിലും തണുപ്പായിരുന്നു, ക്ലൈമറ്റും തണുപ്പായിരുന്നു. അത് കാരണം വെള്ളത്തിൽ നിന്ന് കയറിയിട്ട് എല്ലാവരും നല്ലപോലെ വിറക്കായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് പേരെല്ലാവരും കൂടി വട്ടം കൂടി നിന്നിട്ട് യൂനോ കാർഡൊക്കെ കളിച്ചു. എല്ലാം കഴിഞ്ഞ് 4 മണിയൊക്കെ ആയിട്ട് നമ്മൾ കിടന്നപ്പോഴേക്കും. പിന്നെ 2 ഫാമിലി ഇന്നലെ രാത്രി തന്നെ തിരിച്ച് പോയിരുന്നു കേട്ടോ. സ്റ്റേ ചെയ്തില്ല. കാരണം ഒരു ഫാമിലീൻ്റെ കൂട്ടത്തിൽ അമ്മയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്, സ്റ്റേ ചെയ്യണില്ല എന്ന് പറഞ്ഞു. ഒരു ഫാമിലി ഇന്ന് മോർണിംഗിൽ ഡ്യൂട്ടിക്ക് കയറേണ്ടവരായിരുന്നു. അപ്പോൾ അതൊക്കെ കാരണം കൊണ്ട് അവർ 2 ഫാമിലിയും തിരിച്ച് വീട്ടിലേക്ക് പോയിരുന്നു കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഓരോരുത്തരായിട്ടൊക്കെ എഴുന്നേറ്റ് വന്നു. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മുട്ട, ജാം, ബ്രെഡ്, തേയിലപ്പൊടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പുറത്ത് ഗ്രില്ല് ചെയ്തത് കൂടാണ്ട് സെപ്പറേറ്റ് കിച്ചൺ അകത്തുണ്ട് കേട്ടോ. ഇത് റീൽസ് എടുക്കുന്നതാണ് കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ സോംബീസ് എല്ലാവരും കൂടി കൂട്ടത്തോടെ വരുന്നതായിട്ടാണ് നമുക്ക് തോന്നുക. അപ്പോൾ ഇതാ ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് ഒരു 11:30 കഴിഞ്ഞപ്പോഴത്തേക്കും ഇറങ്ങി കേട്ടോ. ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല ഓർമ്മകൾ, ഫൺ മൊമെൻറ്റ്സ്, കളിച്ചിരികൾ ഇതെല്ലാനും കൂടി ഒത്തുചേർന്നിട്ടുള്ള നല്ലൊരു ഒത്തുകൂടൽ ഇനിയും നമ്മൾക്ക് വേണം എന്നുള്ള ഒരു ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ എല്ലാവരും പല വഴിക്കോട്ടായിട്ട് യാത്ര പറഞ്ഞു പോയിട്ടോ. അബുദാബി, അലൈൻ, ഷാർജ, ദുബായ്, ഇങ്ങനെ പല പല എമിറേറ്റ്സിലായിട്ടാണ് എല്ലാവരും താമസിക്കുന്നത്. ഫാമിലിയോടുകൂടിയും അല്ലാതെയും ബാച്ചിലേഴ്സായിട്ടൊക്കെ താമസിക്കുന്നത്. ഞാൻ പറയാം